ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ജനുവരി 2-ാം തീയതിയാണ് കേട്ടോ. അപ്പോൾ അന്ന് മന്നം ജയന്തി ആയതുകൊണ്ട് തന്നെ ചേട്ടന് അവധിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റപ്പോൾ കുറച്ച് ലേറ്റൊക്കെ ആയി. പിന്നെ കാപ്പിയൊക്കെ കുടിച്ച് അങ്ങനെ വെറുതെ ഇരുന്നപ്പോഴാണ് കാത് കുത്തിയാലോ എന്ന് എനിക്ക് പെട്ടെന്നൊരു തോന്നൽ. അങ്ങനെ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞപ്പം ചേട്ടൻ പറഞ്ഞു പിന്നെന്താ കുത്താലോ എന്ന്. അങ്ങനെ നമ്മൾ അടുത്തുള്ള ജ്വല്ലറീസിലൊക്കെ വിളിച്ച് ചോദിച്ചു കേട്ടോ. കാരണം എനിക്ക് ഗൺ ഷൂട്ട് ഭയങ്കര പേടിയാണ്. അപ്പോൾ സാധാരണ രീതിയിൽ കാത് കുത്തുന്നത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ തൊട്ടടുത്തുള്ള കുറച്ച് ജ്വല്ലറീസിലൊക്കെ വിളിച്ചു നോക്കി കേട്ടോ. അപ്പോൾ വിളിച്ചെടുത്ത് എല്ലാം ഗൺ ഷൂട്ടേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വിളിച്ച് തെയ്യംപാട്ടിൽ വിളിച്ചു നോക്കി. തെയ്യംപാട്ടിൽ വിളിച്ചപ്പോൾ അവിടെ പറഞ്ഞു അവിടെ ഗൺ ഷൂട്ടും ഉണ്ട്, നോർമലായിട്ടുള്ള കാത് കുത്തും ഉണ്ടെന്ന്. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് അങ്ങോട്ട് പോകണം കേട്ടോ. അത് നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ വളരെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ആ ജ്വല്ലറി. അപ്പം നമ്മളവിടെ ഒരു 11:30-ക്ക് എത്തി. പക്ഷേ അവിടെ ഏറ്റവും സമയമെടുത്തത് നമ്മൾ സ്റ്റഡ് സെലക്ട് ചെയ്യാനായിരുന്നു കേട്ടോ. കുറേ സെലക്ട് ചെയ്ത് വെച്ചു, പിന്നെയും വീണ്ടും വേറെ സെലക്ട് ചെയ്തു, പിന്നെ അതും പഴയത് വീണ്ടും എടുത്തു. അങ്ങനെ മാറി മറിഞ്ഞു എനിക്ക് എത്ര എടുത്തിട്ടും സാറ്റിസ്ഫാക്ഷൻ ഒന്നും കിട്ടിയില്ല. അങ്ങനെ ഫുൾ കൺഫ്യൂഷനായിരുന്നു കേട്ടോ. ഒരുപാട് കണ്ടപ്പോഴത്തേക്കും ഏത് വേണം, അത് വേണോ ഇത് വേണോ, പിന്നെ റേറ്റ് നോക്കണം, അങ്ങനെയൊക്കെ ഫുൾ കൺഫ്യൂഷനായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഭാഗ്യത്തിന് ഒരു ബലൂൺ കൊടുത്തുകൊണ്ട് വാവ സഹകരിച്ച് അവിടെ മിണ്ടാതെ ബലൂണൊക്കെ വെച്ച് കളിച്ചുകൊണ്ടിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് സ്റ്റഡ് സെലക്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത് തന്ന സെയിൽസ്മാൻ ചേട്ടൻ സൂപ്പറായിരുന്നു കേട്ടോ. ഒരു മടിയും കൂടാതെ നമ്മൾ എത്ര പ്രാവശ്യം മാറ്റി മറിച്ചൊക്കെ നോക്കിയാലും അദ്ദേഹം വളരെ സമാധാനത്തോടു കൂടി നിന്ന് നമുക്ക് പറയുന്നതെല്ലാം അതുപോലെ മാറ്റി മറിച്ചും ഒക്കെ എടുത്ത് തന്ന് സഹായിച്ചു. അതുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് സെലക്ട് ചെയ്യാനുള്ള സമയവും കിട്ടി കേട്ടോ. ഏകദേശം 1 മണിക്കൂറിൽ കൂടുതലെങ്കിലും എടുത്ത് കാണും ഞാനൊരു 3 സ്റ്റഡ് സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത ഫസ്റ്റ് സ്റ്റഡ് ഇതാണ് കേട്ടോ. ഇതാണ് ഞാൻ സെക്കൻഡായിട്ട് ഇടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഇത് ഞാൻ സെലക്ട് ചെയ്ത 4th സ്റ്റഡാണ് കേട്ടോ. ഇതാണ് ഞാൻ ഏറ്റവും മുകളിൽ കുത്താൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതാണ് 3rd സ്റ്റഡ്. തേർഡായിട്ട് ഞാൻ ഈ ഒരു ചെറിയ സ്റ്റഡാണ് എടുത്തത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എൻ്റെ സ്റ്റഡ് സെലക്ഷൻ? അപ്പോൾ ഞാൻ എൻ്റെ 3 സ്റ്റഡുകളും സെലക്ട് ചെയ്തു. ഇനി ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല കാത് കുത്തുന്ന ആളും വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ടെൻഷനോടുകൂടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ചിരിച്ചൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ നല്ല ടെൻഷനുണ്ട്. അപ്പോഴത്തേക്കും കാത് കുത്തുന്ന ആൾ വന്നു. അങ്കിള് കാതിൽ എവിടെയൊക്കെയാണ് കുത്തേണ്ടതെന്ന് മാർക്ക് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ കാത് കുത്തുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഓൾറെഡി 2nd 3rd ഞാൻ കുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ 3rd സ്റ്റഡ് പോകാൻ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നേ 3rd സ്റ്റഡ് കുത്തി തന്ന ആൾ ചെവിയിലെന്തോ ഞരമ്പിലെന്തോ മാറിയാണ് കുത്തിയത് കേട്ടോ. അപ്പോൾ അത് കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കാതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ബൾജ് ചെയ്ത് വരാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ 3rd സ്റ്റഡ് ഊരേണ്ടി വന്നു. മാത്രമല്ല എനിക്ക് അവിടെ ആ കാതിൻ്റെ ബാക്കിൽ ചെറിയൊരു സർജറിയും ചെയ്യേണ്ടി വന്നു കേട്ടോ. അത് കാരണം അങ്ങനെ 3rd സ്റ്റഡ് പോയി. പിന്നെ ഡെലിവറി ടൈമിൽ 2nd സ്റ്റഡൊക്കെ ഊരി വെച്ച സമയത്ത് പിന്നെ കുറേ നാളൊക്കെ ഇടാതെ വന്നപ്പോഴത്തേക്കും ആ ഒരു 2nd സ്റ്റഡിൻ്റെ ഹോളും അടഞ്ഞു പോയി കേട്ടോ. അങ്ങനെയാണ് എൻ്റെ 2nd സ്റ്റഡും 3rd സ്റ്റഡിൻ്റെ ആ ഒരു ഹോളൊക്കെ പോയത്. അങ്ങനെ ഇപ്പോൾ എനിക്ക് വീണ്ടും അത് കുത്താൻ വേണ്ടിയിട്ടൊരു മോഹം തോന്നി. അങ്ങനെ 2nd സ്റ്റഡ് കുത്തി. 2nd സ്റ്റഡ് കുത്തിയപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ വേദനയൊന്നും എടുത്തില്ല കേട്ടോ. കാരണം ഓൾറെഡി ഉള്ള ഹോളിൻ്റെ പുറത്തൂടെ കുത്തിയത് കൊണ്ടായിരിക്കാം വലിയൊരു വേദന എടുത്തില്ല. മാത്രമല്ല ഞാൻ ധൈര്യത്തിന് എൻ്റെ ദേവൂട്ടനെയും പിടിച്ച് മടിയിലിരുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് ഞാൻ കൂടുതൽ അങ്ങോട്ട് ടെൻഷൻ അടിക്കാനൊന്നും പോയില്ല. നമ്മൾ ടെൻഷൻ അടിക്കുമ്പോൾ നമുക്കൊന്നും കൂടെ വേദന കൂടും. അതുകൊണ്ട് ഞാൻ വളരെ കൂളായിട്ടിരുന്നു. മാത്രമല്ല കഴിഞ്ഞ ആഴ്ച എൻ്റെ കൈ ചെറുതായിട്ടൊന്ന് പൊള്ളിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറുതായിട്ടല്ല, അത്യാവശ്യം നല്ല രീതിയിൽ തിളച്ച വെള്ളം വീണ് പൊള്ളിയതാണ് കേട്ടോ. കൈ ഫുള്ളും, ഇടത്തെ കൈ ഫുള്ളും. അന്ന് രാത്രി ഞാൻ അനുഭവിച്ച വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ എനിക്ക് ഓർക്കാൻ പോലും വയ്യ. അപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് ആ വേദന ഇങ്ങനെ മനസ്സിൽ സങ്കല്പിച്ചു. ആ വേദനയുടെ മുമ്പിൽ ഇതൊന്നും ഒരു വേദനയേ അല്ല എന്ന് തോന്നിപ്പോയി. അത്രയ്ക്കും വേദനയായിരുന്നു കേട്ടോ അത്. അപ്പോൾ 2nd സ്റ്റഡ് കുത്തിക്കഴിഞ്ഞു. വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങ് പോയ കേട്ടോ. ഞാൻ കൂളായിട്ടിരിക്കുന്നുണ്ടല്ലേ. അപ്പോൾ 2nd സ്റ്റഡ് വലിയ സീനില്ലാതെ പോയതുകൊണ്ട് എൻ്റെ കോൺഫിഡൻസ് ഒന്നും കൂടി അങ്ങനെ ധൈര്യമായിട്ട് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് 3rd കുത്തുന്നത്. 3rd കുത്തിയപ്പം ഞാൻ സ്വർഗം കണ്ടു കേട്ടോ. നല്ല പെയിനായി പോയേട്ടോ. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ സർജറിയൊക്കെ കഴിഞ്ഞിട്ടുള്ളതായതുകൊണ്ടായിരിക്കാം എനിക്കവിടെ നല്ല പെയിനായിരുന്നു. അത് കഴിഞ്ഞിട്ട് 4th കുത്താനെടുത്തപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ എനിക്കൊരു 2 മിനിറ്റ് ബ്രേക്ക് തരണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ വീശിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. നല്ല പെയിനായിരുന്നു. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് പറയുകയും ചെയ്തു ഓരോ സമയത്ത് ഓരോരോ മോഹങ്ങളെ എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു എന്നൊക്കെ ഞാനിങ്ങനെ മനസ്സിലാലോചിക്കുന്നുണ്ട് കേട്ടോ.
അത് കഴിഞ്ഞതാ 4th സ്റ്റഡ് കുത്താൻ പോവാണ്. നമ്മൾ പോയ സമയത്ത് കടയിൽ വലിയ ആൾത്തിരക്കില്ലാത്തത് കൊണ്ട് തന്നെ എല്ലാ സെയിൽസ്മാൻമാരും എൻ്റെ കാതുകുത്തലിങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ ക്യൂട്ട്നെസ് ഒന്നും വാരി വെതറാതെ കടിച്ച് പിടിച്ചിരിക്കുകയാണ് കേട്ടോ. നല്ല പെയിൻ ഉണ്ടായിരുന്നു. പക്ഷേ 3rd കുത്തിയതായിരുന്നു എനിക്ക് ഏറ്റവും പെയിൻ കേട്ടോ. ഇപ്പോൾ കുത്തുന്ന 4th വലിയ കുഴപ്പമില്ല, നമുക്ക് സഹിക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഏറ്റവും വലിയൊരു ആഗ്രഹം നടക്കുന്ന സമയത്ത് ഒരു കുറച്ച് വേദനയൊക്കെ നമ്മളങ്ങ് സഹിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ ഒന്നുമില്ല, എനിക്ക് എങ്ങനെയെങ്കിലും സ്റ്റഡ് കിട്ടാൻ മതി എന്നൊരു താല്പര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ വേദനയൊക്കെ അങ്ങ് കടിച്ച് പിടിച്ച് സഹിച്ചു കേട്ടോ. അപ്പോൾ 4th കുത്തിക്കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കര സന്തോഷവും സമാധാനവും. ഈ ചിരി എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള വേദനയാണ് ഞാൻ ഈ പുറത്ത് ചിരിയായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. 2ാമത്തെ കാതിൽ 4th കുത്തിയപ്പോഴത്തേക്കും അത്യാവശ്യം പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അലറി വിളിച്ച് നാണക്കേട് ഉണ്ടാക്കണ്ടല്ല എന്ന് കരുതി ഞാൻ അങ്ങ് വായൊക്കെ പൊത്തിപ്പിടിച്ചു, കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അപ്പം മുമ്പ് എനിക്ക് സ്റ്റഡ് കുത്തി ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയത് കൊണ്ട് തന്നെ ഇങ്ങനെ ജ്വല്ലറിയിൽ നിന്ന് പോയൊക്കെ കുത്താൻ വേണ്ടിയിട്ട് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. നമ്മൾ ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലും പോയിട്ട് ഡോക്ടറിനെ കൊണ്ട് തന്നെ കാത് കുത്തിക്കാം എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ പിന്നെ പെട്ടെന്ന് ഒന്ന് വിചാരിച്ചു അങ്ങ് പോയി കുത്താൻ, കുഴപ്പമില്ല, ഇനി സീനാവൂല എന്ന് വിചാരിച്ചിട്ട് രണ്ടും കൽപ്പിച്ച് പോയി കുത്തിയതാണ് കേട്ടോ. അപ്പോൾ കാത് 3 സ്റ്റഡും ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ സെലക്ട് ചെയ്ത സ്റ്റഡുകളും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കാതിൽ വന്നപ്പോഴത്തേക്കും എനിക്ക് അതിനേക്കാളും ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ പിന്നെ നമ്മൾ ഉടനെ തന്നെ ബില്ലൊക്കെ പേ ചെയ്തിട്ട് തിരിച്ച് വീട്ടിലെത്തിയപ്പോഴൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് രാത്രി ആയപ്പോഴത്തേക്കും ചെറുതായിട്ട് പെയിനൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. അപ്പം ഈ കാത് കുത്തി തന്ന ആ അങ്കിള് നമുക്ക് കാതിൽ ഉപ്പ് വെള്ളമൊക്കെ തൊട്ട് വയ്ക്കാൻ പറഞ്ഞു. അതൊക്കെ ചെയ്തു. ഒരു 2 ഡേയ്സ് എനിക്ക് അത്യാവശ്യം കിടക്കുമ്പോഴൊക്കെ നല്ല പെയിനൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഇപ്പം കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ കാത് കുത്തൽ വിശേഷം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.